ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിലൂടെ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു? 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അത് എന്ന് പറയുന്നത് ആദ്യത്തെ മൊഡ്യൂൾ ആയിരുന്നു. ഒന്നാമത്തെ പുസ്തകത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ആദ്യത്തെ വർഷത്തെ ഒന്നാമത്തെ മൊഡ്യൂൾ ആയിരുന്നു. നമ്മുടെ സീരീസ് എന്താണ്? 15,000 ചോദ്യങ്ങൾ ഒരു വർഷത്തിൽ തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 21 മുതൽ 30 ചോദ്യങ്ങൾ വരെ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. അതും ടോപ്പിക് എന്ന് പറയുന്നത് സെമസ്റ്റർ 1 തന്നെ മൊഡ്യൂൾ 2 ബേസിക് ഫിറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ നിമി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാം വർഷത്തെ ITI ഫിറ്റർ പഠിക്കുന്നവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് ഈ ഒരു നിമി ക്വസ്റ്റ്യൻസിന്റെ സീരീസ് കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നീട് ജൂനിയർ എക്സാം വരുന്നുണ്ട്, പലതരത്തിലുള്ള നാഷണൽ ലെവലുള്ള ഫിറ്റർ എക്സാമുകൾ വരുന്നുണ്ട്. എല്ലാത്തിലും നിമി വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആദ്യം നിമി കവർ ചെയ്തിട്ട് ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് പോകാം. എന്തായാലും 21ാമത്തെ ചോദ്യം ബേസിക് ഫിറ്റിംഗിൽ നിന്ന് തുടങ്ങുകയാണ്. 21ാമത്തെ ചോദ്യം നോക്കിയേ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിട്ടുള്ള ഫയൽ. ഇതാണല്ലോ ഫയൽ. ഓക്കെ, ഈ ഫയലിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. എന്താണ്? എല്ലാവർക്കും അറിയാമായിരിക്കും. എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പാർട്ട് ഏതാണെന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് അറിയാമല്ലോ ഫയൽ എന്താണ്? ഫയൽ എന്ന് പറയുന്നത് ഫയലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതായത് ഒരു മെറ്റീരിയലിൽ നിന്നും എക്സസ് ആയിട്ടുള്ള അധികമായിട്ടുള്ള മെറ്റീരിയലിനെ റിമൂവിങ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെ ഫയൽ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെ ഫയലിംഗ് എന്നാണ് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളിനെ ഫയൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഈ കാണിച്ചിട്ടുള്ള പോർഷനെ എന്താണ് പറയുന്നത്? ആ ഒരു പോർഷനെയാണ് ടാങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടാങ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരുന്നത്. ടാങ്ങിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഈ ടാങ് എന്ന് പറയുന്നത് ഒരു നാരോ ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു പാർട്സ് ആണല്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഇതിനകത്തേക്ക് ഹാൻഡിലിനകത്തേക്ക് എന്ത് ചെയ്യുന്നു? ഫിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ എക്സ്പ്ലനേഷന് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കാം. ഇവിടെ നമുക്ക് മെത്തേഡ് ഓഫ് മെറ്റീരിയൽ കട്ടിങ്, മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 മെത്തേഡുകളാണ് എന്തെന്നൊക്കെ പറയുന്നത്. നോക്കിയേ, അബ്രാഷൻ എന്ന് പറയുന്നത്, ഫ്യൂഷൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇൻസിഷൻ എന്ന് പറയുന്ന 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ ഫയലിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് റിമൂവിംഗ് എക്സസ് മെറ്റീരിയൽ ഫ്രം എ വർക്ക് പീസ് ബൈ യൂസിങ് എ ഫയൽ വിച്ച് ആക്ട് എ കട്ടിംഗ് ടൂൾ. ഫയൽ എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന പ്രോസസ് ആണ് ഫയലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഫയൽ ഒരു കട്ടിംഗ് ടൂൾ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഒരു മെറ്റീരിയലിൽ നിന്നും അധികമായിട്ടുള്ള മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്ത് കളയുന്നു. ഈ ഒരു പ്രോസസ്സിനെ ഫയലിംഗ് എന്ന് പറയുന്നു. ഫയലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്ത് എന്ന് പറയുന്നത്? അതിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചോദ്യം വന്നുള്ളത് ഇതായിരുന്നു. ഇതെന്താണ്? ടാങ് എന്ന് പറയുന്ന പോർഷൻ ആണ്. ഓക്കെ, പിന്നെ എന്തൊക്കെ പോർഷൻ ആണുള്ളത്? ഇതാണ് ടിപ്പ് ഓർ പോയിന്റ് എന്ന് പറയും. ഇതാണ് ഇതിന്റെ സൈഡ് അല്ലെങ്കിൽ എന്തെന്ന് പറയും? ഫേസ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി ഈ ഒരു എഡ്ജ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. പിന്നെന്താണ്? ഹീല് എന്ന് പറയുന്ന പോർഷൻ. ഹീലിന്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു ഫയലിന്റെ ബ്രോഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള പാർട്ടായിട്ടുള്ള ഈ ഒരു ഫേസ് അല്ലെങ്കിൽ സൈഡിൽ ടീത്ത് ഫോം ചെയ്തിട്ടില്ലാത്ത ഭാഗമാണ് അല്ലെ. ഇവിടെ ടീത്ത് ഫോം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ടീത്ത് ഫോം ചെയ്തിട്ടില്ലാത്ത ഭാഗമാണ് ഹീല്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ ഇതേ ഫയലിൽ തന്നെ ഈ ഒരു ബോഡി എന്ന് പറയുന്ന ഈ ഒരു ബോഡിയെ ഈ ഒരു എന്താ പറയാ, ടാങ് എന്ന് പറയുന്ന ഈ പോർഷനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കർവ്ഡ് പോർഷൻ കണ്ടോ? അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഷോൾഡർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഫെറൂൾ കണ്ടോ? ഫെറൂൾ എന്ന് പറഞ്ഞ ഒരു മെറ്റാലിക് റിംഗ് ആണ്. അതായത് ഈ ഹാൻഡിലൊക്കെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെറ്റാലിക് റിംഗ് ആണ് ഈ ഫെറൂൾ എന്ന് പറയുന്നത്. ഹാൻഡിൽ എന്ന് പറയുന്നത് ടാങ് ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഓരോന്നിനെയും കുറിച്ചും പറയുന്നു. ടിപ്പ് ഓർ പോയിന്റ്, ദ എൻഡ് ഓപ്പോസിറ്റ് ടു ടാങ്. ഓക്കെ, ഇതാണ് ടിപ്പ് ഓർ പോയിന്റ്. ഓക്കെ, ഇതാണ് ടിപ്പ് ഓർ പോയിന്റ്. ദ എൻഡ് ഓപ്പോസിറ്റ് ടു ടാങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻഡ് പോർഷൻ. ഓക്കെ, ഇനി ഫേസ് ഓർ സൈഡ് എന്താണ്? ദ ബ്രോഡ് പാർട്ട് ഓഫ് ദ ഫയൽ, ടീത്ത് കട്ട് ഓഫ് സർഫസ്. ഇതാണ് ഇതിന്റെ ടീത്ത് കട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ബ്രോഡ് പാർട്ട്, അവിഭാജ്യ ഘടകം. എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എഡ്ജ് എന്ന് പറയുന്നത്. എന്താണ്? തിന്നായിട്ടുള്ള പാർട്ട് ഓഫ് ദ ഫയൽ വിത്ത് സിംഗിൾ റോ പാരൽ ടീത്ത് കട്ട് ചെയ്തിരിക്കുന്നു. സിംഗിൾ റോ, അതായത് ഒരു റോ പാരൽ ടീത്ത് അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ഹീലാണ്. ഹീൽ എന്ന് പറഞ്ഞാൽ പോർഷൻ ഓഫ് ദ ബ്രോഡ് പാർട്ട് വിത്തൗട്ട് ടീത്ത്. ഇവിടെ മൊത്തം ടീത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ചെയ്യാനുള്ള ഭാഗം. പക്ഷെ ഇവിടെ എന്താണ്? ടീത്ത് കട്ട് ചെയ്തിട്ടില്ല. ബ്രോഡ് പാർട്ടിൽ, അവിഭാജികമായിട്ടുള്ള ഘടകമായിട്ടുള്ള ഫയലിന്റെ ബ്രോഡ് പാർട്ടിൽ ടീത്ത് കട്ട് ചെയ്തിട്ടില്ലാത്ത ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഹീൽ. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. പിന്നെ
അതെന്താണ് ഷോൾഡർ. നമ്മൾ പറഞ്ഞു കർവ്ഡ് പാർട്ട് ഓഫ് ദ ഫയൽ, കർവ്ഡ് പാർട്ട് ഓഫ് ദി ഫയൽ സെപ്പറേറ്റിംഗ് ദ ടാങ്ക് ഫ്രം ദ ബോഡി. ഈ ഒരു ബോഡിയെ എന്താണ് ഈ ഒരു ടാങ്കിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന കർവ്ഡ് പോർഷൻ. ഓക്കെ, നെക്സ്റ്റ് ടാങ്ക്. ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നാരോ ആയിട്ടുള്ള ഭാഗമാണ്. സോ ചോദിച്ചിട്ടുണ്ട് ദ നാരോ ആൻഡ് തിൻ പാർട്ട് ഓഫ് ദ ഫയൽ വിച്ച് ഫിറ്റ് ഇൻ ദ ഹാർഡിൽ, മാത്രമല്ല ഫയലിൽ ഹാർഡൻഡ് ആക്കാത്ത ഒരു ഭാഗം കൂടിയാണ് അത്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതാണ്ട് ദ ടാങ്ക് ഈസ് ഹൗ നോട്ട് ഹാർഡൻഡ്. ഓക്കെ, ഇനി ഹാൻഡിലാണ്. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ പാർട്ട് ഫിറ്റഡ് വിത്ത് ടാങ്ക് ഹോൾഡിംഗ് ഫയൽ, ഫയൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടാങ്കിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ഹാൻഡിൽ എന്ന് പറയുന്നത്. സോ ഫെറൂള് പറഞ്ഞു പ്രൊട്ടക്റ്റീവ് മെറ്റൽ റിംഗ് പ്രിവെന്റ് ക്രാക്ക് ഓഫ് ഹാൻഡിൽ. ഈ ഒരു ഹാൻഡിൽ ക്രാക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു റിംഗ് ആണ് ഫെറൂൾ എന്ന് പറയുന്നത്. സോ പിന്നെ മെറ്റീരിയൽ ജനറലി, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ജനറലി ഫയൽ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ഓക്കെ, ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ് ഈ ഒരു ഫയൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ദ ബോഡി പോർഷൻ എന്ന് പറയുന്നത് ഹാർഡനും ടെമ്പേർഡും ആക്കിയിട്ടുണ്ട്. ഫയലിന്റെ ബോഡി പോർഷൻ ഹാർഡനും ടെമ്പേർഡും ആക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ടാങ്ക് ഹൗ നോട്ട് ഹാർഡിന്റെ ഹാർഡ് ആക്കാത്ത ഭാഗമാണ് എന്ന് പറയുന്നത് ടാങ്ക്. സോ ഈ ഒരു പോർഷനിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? എഴുതാനായിട്ട് പറ്റണം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ട്രൈ സ്ക്വയർ? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ട്രൈ സ്ക്വയർ? ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലേ, പല എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. അപ്പം ടു ചെക്ക് ദ റൈറ്റ് ആംഗിൾ, ടു ചെക്ക് ദ റൈറ്റ് ആംഗിൾ, ടു ചെക്ക് ദ അക്യൂട്ട് ആംഗിൾ, ടു ചെക്ക് ദ ഒബ്റ്റ്യൂസ് ആംഗിൾ, ടു ചെക്ക് ദ സ്ട്രൈറ്റ് ആംഗിൾ. ഏതാണ്? റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരാം, ടു മെഷർ ദ ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതൊരു ചെക്കിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്, മെഷർ ചെയ്യില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ട്രൈ സ്ക്വയർ എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ചെക്ക് ദ സ്ക്വയർനെസ് അഥവാ സർഫസ് 90 ഡിഗ്രി. ആക്യുറസി എന്താണ്? ട്രൈ സ്ക്വയർ അബൌട്ട് 0.002 മില്ലിമീറ്റർ പെർ 10 മില്ലിമീറ്റർ ലെങ്ത്. സോ ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ സോ അടുത്തെന്ന് പറഞ്ഞാൽ ട്രൈ സ്ക്വയറിന്റെ ബ്ലേഡ് പാരലൽ ടു സർഫസ്, ദ ബ്ലേഡ് ഫിക്സ്ഡ് ടു സ്റ്റോക്ക് അറ്റ് 90 ഡിഗ്രി. ട്രൈ സ്ക്വയർ ആർ മെയ്ഡ് ഓഫ് ഹാർഡൻഡ് സ്റ്റീൽ. അതായത് ഈ ഒരു സ്റ്റോക്കിൽ നിന്നും കൃത്യം 90 ഡിഗ്രിയിൽ നമ്മുടെ ബ്ലേഡ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രൈ സ്ക്വയർ മെയ്ഡ് ഓഫ് ഹാർഡൻഡ് സ്റ്റീൽ. ട്രൈ സ്ക്വയർ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഹാർഡൻഡ് സ്റ്റീൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഹാർഡൻഡ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ട്രൈ സ്ക്വയർ സ്പെസിഫൈ അക്കോർഡിംഗ് ദ ലെങ്ത് ഓഫ് ദി ബ്ലേഡ്. ലെങ്ത് ഓഫ് ദി ബ്ലേഡ്, ഇതാണ് ബ്ലേഡ്. ഓക്കെ, സോ ഇതിന്റെ ലെങ്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ചോദിക്കാം 100, 150, 200 എന്നിങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നത് അതിന്റെ ബ്ലേഡിന്റെ ലെങ്തിന്റെ അടിസ്ഥാനത്തിലാണ്. യൂസസ് നോക്കിയേ, താണ്ട് ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? സ്ക്വയർനെസ് ആണല്ലേ, സ്ക്വയർനെസ് ചെക്ക് ചെയ്യുന്നു. ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? ഫ്ലാറ്റ്നെസ് ആണ്. ഇവിടെ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഇവിടെ ചെക്ക് ചെയ്യല. മാർക്ക് ലൈൻ അറ്റ് 90 ഡിഗ്രി എഡ്ജ് ഓഫ് ദ വർക്ക് പീസ്. ഇവിടെ സെറ്റ് ദ വർക്ക് പീസ് അറ്റ് റൈറ്റ് ആംഗിൾസ്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് മാർക്ക് മീഡിയ ഈസ് പോയിസണസ്? ഓ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. വിച്ച് മാർക്ക് മീഡിയ ഈസ് പോയിസണസ്? എന്താണ് വിഷാംശമുള്ള മാർക്ക് മീഡിയ ഏതാണെന്നുള്ളതാണ് ചോദ്യം. വൈറ്റ് വാഷിനെ നമുക്ക് പഠിക്കണം, റഷ്യൻ ബ്ലൂ പഠിക്കണം, കോപ്പർ സൾഫേറ്റ് പഠിക്കണം, സെല്ലുലോസ് ലാക്കർ പഠിക്കണം. സോ ഇവിടെ ഏതാണ് ഉത്തരം? യെസ്, കോപ്പർ സൾഫേറ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാം നോക്കിയാലോ നമുക്ക്? അതെല്ലാം നോക്കാം. പർപ്പസ് ഓഫ് മാർക്കിംഗ് മീഡിയ. എന്താണ് മാർക്കിംഗ് മീഡിയന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താണ് മാർക്കിംഗ് മീഡിയ എന്ന് പറഞ്ഞുതരാം. ഇതിപ്പോ ഒരു വർക്ക് പീസ് ആണ്. ഈ ഒരു വർക്ക് പീസിന്റെ കളറ് ഒരു എന്താ പറയാ, റെഡ് കളർ ആണെന്നെങ്കിൽ ഇരിക്കട്ടെ, ചുമ്മാ റെഡ് കളറാന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ഈ കളറ്, ഒരു മെറ്റലിന്റെ കളർ റെഡ് ആണ്. ഓക്കെ, സോ ഞാൻ ഒരു റെഡ്, ഇതേ റെഡ് കളർ വെച്ചിട്ട് ഞാൻ വരയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ വരയ്ക്കുന്നുണ്ടേ, കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സോ ഞാൻ എന്ത് ചെയ്തു? ഒരു ബ്ലൂ കളറുള്ള മാർക്കിംഗ് മീഡിയ ഞാൻ അതിനകത്തേക്ക് പുരട്ടുന്നു. സോ ഓക്കെ, ഞാൻ ബ്ലൂ കളറുള്ള മാർക്കിംഗ് മീഡിയ, ഓക്കെ, പ്രഷ്യൻ ബ്ലൂ ആണെന്ന് കരുതിക്കോ. ഞാൻ പ്രഷ്യൻ ബ്ലൂ അതിന്റെ മുകളിൽ തേച്ച് കൊടുത്തു. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ ഇതേ നേരത്തെ ഞാൻ യൂസ് ചെയ്ത റെഡ് കളർ തന്നെ യൂസ് ചെയ്തിട്ട് ഒരു എൽ ഷേപ്പ് കട്ടിങ്ങിന് ഞാൻ ചെയ്യാണ്. ഇപ്പൊ തെളിഞ്ഞാണ്ടോ? ഇത്രയേ ഉള്ളൂ പർപ്പസ്. നമ്മൾ വരയ്ക്കുന്ന വര അല്ലെങ്കിൽ ആ ഒരു ലൈൻസ് വളരെ വിസിബിൾ ആയിട്ട് കാണണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് മാർക്കിംഗ് മീഡിയ അല്ലേ? ഓക്കെ, പിന്നെ നമ്മള് അത് പെർമനന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിറ്റ്നസ് മാർക്ക് ചെയ്യും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന? പഞ്ചസ് യൂസ് ചെയ്യും. ഓക്കെ, സോ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് മെല്ലെ ഡിസ്കസ് ചെയ്ത് പോവാം. ധൃതി വേണ്ടാലോ, ടൈം ഉണ്ട് അല്ലേ? സോ പർപ്പസ് ഓഫ് മാർക്കിംഗ് മീഡിയ. Marking media, marking of layout, the surface of the job or workpiece is coated with medium to show marked lines clear and visible. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്താൽ മതി. ക്ലിയറും വിസിബിളും ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്കിംഗ് മീഡിയ യൂസ് ചെയ്യുന്നത്. ടു ഗെറ്റ് ക്ലിയർ ആൻഡ് തിൻ ലൈൻ, ദ ബെസ്റ്റ് ലേഔട്ട് മീഡിയം ടു ബി സെലക്ടഡ്. നമ്മൾ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ സെലക്ട് ചെയ്തെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ക്ലിയർ ആൻഡ് വിസിബിൾ ലൈൻസ്
കിട്ടത്തുള്ളൂ. സോ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മാർക്കിംഗ് മീഡിയ ഉണ്ട്. ഏതൊക്കെയാണ് ഡിഫറൻറ്റ് മാർക്കിംഗ് മീഡിയ എന്ന് പറയുന്നത്? സോ നോക്കിയേ, ദ ഡിഫറൻറ്റ് മാർക്കിംഗ് മീഡിയാസ് ആർ വൈറ്റ് വാഷ് ഉണ്ട്, മാർക്കിംഗ് ബ്ലൂ ഉണ്ട്, പ്രഷ്യൻ ബ്ലൂ ഉണ്ട്, കോപ്പർ സൾഫേറ്റ് ഉണ്ട്, സെല്ലുലോസ് ലാക്വർ ഉണ്ട്. സോ ഫസ്റ്റ് വൺ വൈറ്റ് വാഷ് ആണ്. വൈറ്റ് വാഷ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദ്യം ചോദിക്കാം. അതായത് വൈറ്റ് വാഷ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെ വഴിയിലൂടെയാണ്? ഒന്ന് ചോക്ക് പൗഡർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. നമ്മൾ IT ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ചോക്ക് പൗഡർ എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. പിന്നെ ചോക്ക് മിഥിലേറ്റഡ് സ്പിരിറ്റ് ആയിട്ടോ ലെഡ് പൗഡർ ടർഫനേറ്റ് ആയിട്ടോ ഒക്കെ മിക്സ് ചെയ്യും. പിന്നെ യൂസ് ആണ് പിന്നെ ചോദിക്കുന്നത്. അത് വൈറ്റ് വാഷ് അപ്ലൈഡ് റഫ് ഫോർജിങ് ആൻഡ് കാസ്റ്റിംഗ് വിത്ത് ഓക്സിഡൈസ് സർഫസ്. ഓക്സിഡൈസ് സർഫസ് ഉള്ള റഫ് ഫോർജിങ്ങിലും കാസ്റ്റിംഗിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വൈറ്റ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ ആക്യുറസി ഉള്ള വർക്ക് പീസുകൾ അത്ര റെക്കമെൻഡ് ചെയ്യാറില്ല എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ മാർക്കിംഗ് ബ്ലൂ ഉണ്ട്. മാർക്കിംഗ് ബ്ലൂ എന്ന് പറയുമ്പോൾ അതൊരു കെമിക്കൽ ഡൈ ആണ്. ഒരു ബ്ലൂ ബേസ്ഡ് കളർ എന്ത് ചെയ്തിരിക്കുന്നു? മിഥിലേറ്റഡ് സ്പിരിറ്റുമായിട്ട് മിക്സ് ചെയ്യുന്നു. എവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പീസ് വിച്ച് ആർ റീസണബിളി മെഷീൻഡ് സർഫസ്. റീസണബിളി മെഷീൻഡ് സർഫസിലാണ്. സോ അത് അത്ര വലുതായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ പ്രഷ്യൻ ബ്ലൂ വളരെ പ്രധാനമായിട്ട് പിന്നെയും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പ്രഷ്യൻ ബ്ലൂ എന്ന് പറയുന്നത് ഫയൽഡ് ഓർ മെഷീൻ ഫിനിഷ്ഡ് സർഫസിലാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ദിസ് വിൽ give very clear line but take more time for drying than the other മാർക്കിംഗ് മീഡിയ. അതായത് മറ്റു മാർക്കിംഗ് മീഡിയകളെക്കാട്ടിലും ഉണങ്ങാൻ കൂടുതൽ സമയം വേണം, പക്ഷേ നല്ല ക്ലിയർ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ അടുത്തത് കോപ്പർ സൾഫേറ്റ് ആണ്. നമ്മുടെ എക്സാമിന് ഇപ്പൊ ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. ദ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ടും ഫ്യൂ ഡ്രോപ്സ് നൈട്രിക് ആസിഡായിട്ട് മിക്സ് ചെയ്താണ് നിർമ്മിക്കുന്നത്. കോപ്പർ സൾഫേറ്റ് യൂസ് ചെയ്യുന്നത് ഫയൽഡ് അല്ലെങ്കിൽ മെഷീൻ ഫിനിഷ്ഡ് സർഫസിൽ തന്നെയാണ്. കോപ്പർ സൾഫേറ്റ് എന്താണ്? സ്റ്റിക്സ് ഓൺ ദ ഫിനിഷ്ഡ് സർഫസിൽ. പിന്നെ ചോദിച്ച ചോദ്യം ഇതാണ്. കോപ്പർ സൾഫേറ്റ് നീഡ് ടു ഹാൻഡിൽഡ് കെയർഫുള്ളി ആസ് ഇറ്റ് ഇസ് പോയിസണസ്. കോപ്പർ സൾഫേറ്റ് വിഷാംശം ഉണ്ട്, അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കോപ്പർ സൾഫേറ്റ് കോട്ടഡ് ഷുഡ് ബി ഡ്രൈഡ് ബിഫോർ കംപ്ലീറ്റ് മാർക്കിംഗ് ആസ് അതർവൈസ് സൊല്യൂഷൻ മേ ബി സ്റ്റിക്ക്ഡ് ഓൺ ദ ഇൻസ്ട്രുമെന്റ് മാർക്കിംഗ് ചെയ്യുക. നമ്മൾ കോപ്പർ സൾഫേറ്റ് ഉണങ്ങിയതിന് ശേഷമേ നമ്മൾ നമ്മൾ ടൂൾസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് പറ്റി പിടിക്കാന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത സെല്ലുലോസ് ലാക്വർ. സെല്ലുലോസ് ലാക്വറിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് കൊമേഴ്ഷ്യലി അവൈലബിൾ മാർക്കിംഗ് മീഡിയം. കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ സെല്ലുലോസ് ലാക്വർ ആണ്. പിന്നെ മെയ്ഡ് ഡിഫറൻറ്റ് കളർ ഡ്രസ് വെരി ക്വിക്കലി. വളരെ കുക്കായിട്ട് ഡ്രൈ ആവുന്നു. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? പ്രഷ്യൻ ബ്ലൂ പറഞ്ഞപ്പം വളരെ കൂടുതൽ സമയം വേണമായിരുന്നു. ഇവിടെ ക്വിക്കായിട്ട് ഡ്രൈ ആകും. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പിന്നെ വ്യത്യസ്ത കളറുകൾ വെച്ച് നിർമ്മിക്കാം. സോ പിന്നെ ഈ ഒരു ബോക്സിൽ കിടക്കുന്നത് കൂടി ഒന്ന് നോക്കണം. അതായത് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ദ സെലക്ഷൻ ഓഫ് ദ മാർക്കിംഗ് മീഡിയ പർട്ടിക്കുലർ ജോബ് ഡിപ്പെൻഡ് ഓൺ ദ സർഫസ് ഫിനിഷ് ആൻഡ് ദ ആക്യുറസി ഓഫ് ദ വർക്ക് പീസ്. ഓക്കെ, നമ്മൾ ആ മാർക്കിംഗ് മീഡിയം സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? സർഫസ് ഫിനിഷിനെയും അതുപോലെ തന്നെ വർക്ക് പീസിന്റെ ആക്യുറസിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നെ ഇപ്പോൾ പ്രസന്റ് ഡേയ്സിൽ മാർക്കിംഗ് മീഡിയ എന്ന് പറയുന്നത് റീഡ്ലി അവൈലബിൾ ഐറോസൽ കണ്ടെയ്നറിലൊക്കെ അവൈലബിൾ ആണ്. അത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്രേ ചെയ്തൊക്കെ യൂസ് ചെയ്യാം. റെഡിമെയ്ഡ് സൊല്യൂഷൻസ് ഡൈയിങ് ഒക്കെ ലഭ്യമാണ്. അതൊക്കെ കുക്ക് ഡ്രൈയിങ്ങും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് 24ാമത്തെ ചോദ്യം എന്താണ്? വിച്ച് പാർട്ട് ഓഫ് യൂണിവേഴ്സൽ സർഫസ് ഗേജ് ഹോൾഡ് ദ സ്ക്രൈബർ? യൂണിവേഴ്സൽ സർഫസ് ഗേജിൽ സ്ക്രൈബറിനെ ഹോൾഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് സ്നഗ് ഉണ്ട്, ഗൈഡ് പിൻ ഉണ്ട്, പിന്നെ റോക്കർ ആമും ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ ഉണ്ട്. സോ ഫിക്സഡ് സർഫസ് ഗേജിലായാലും യൂണിവേഴ്സൽ സർഫസ് ഗേജിലായിരുന്നാലും സ്ക്രൈബർ ഹോൾഡ് ചെയ്യുന്നത് സ്നഗിലാണെന്ന് ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സ്നഗിൽ മാത്രമേ നമ്മൾ സ്ക്രൈബറിനെ ഹോൾഡ് ചെയ്യത്തുള്ളൂ. ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് സർഫസ് ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടോ? ഇതാണ് സർഫസ് ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് ഒരു ഫിക്സഡ് ആണ്, ഫിക്സഡ് സർഫസ് ഗേജ് ആണ്. ഇവിടെ ഇതാണ് സ്നഗ്. സ്ക്രൈബർ എവിടെയാണ്? സ്നഗിലാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഒരു യൂണിവേഴ്സൽ സർഫസ് ഗേജ് ആണ്. ഓക്കെ, ഇവിടെയും എന്താണ്? ഇതാണ് സ്നഗ്, സ്ക്രൈബർ ഇതിനകത്താണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. സർഫസ് ഗേജിൽ നമ്മളെപ്പോഴും എന്താണ്? സർഫസ് ഗേജിനകത്ത് നമ്മളെപ്പോഴും സ്ക്രൈബറിനെ ഹോൾഡ് ചെയ്യുന്നത് സ്നഗിൽ തന്നെയാവും. സോ അതിനെ നമുക്ക് വിശദമായിട്ട് നോക്കാം. സർഫസ് ഗേജസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ മാർക്കിംഗ് ടൂൾ ആണ്. സ്ക്രൈബിംഗ് ലൈൻസ് പാരലൽ ടു ദ ഡാറ്റം സർഫസ്. ഡാറ്റം സർഫസിന് പാരലായിട്ട് എന്താണ്? ലൈൻസ് പാരലായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെറ്റിംഗ് ജോബ് ഓൺ ദ മെഷീൻ പാരലൽ ടു ദ ഡാറ്റം സർഫസ്. പിന്നെ ചെക്കിംഗ് ദ ഹൈറ്റ് ആൻഡ് പാരലിസം ഓഫ് ജോബ്, സെറ്റിംഗ് ജോബ്സ് കോൺസെൻട്രേറ്റ് വിത്ത് ദ മെഷീൻ സ്പിന്നിൽ ഒക്കെ ചോദിക്കാം. ഇനി ടൈപ്പ് ഓഫ് സർഫസ് ഗേജ് എന്ന് പറഞ്ഞാൽ സർഫസ് ഗേജിനെ സ്ക്രൈബിംഗ് ബ്ലോക്സ് എന്നും പറയുന്നു. രണ്ട് ടൈപ്പ് ഉണ്ട്, ഫിക്സഡും യൂണിവേഴ്സലും. സർഫസ് ഗേജ് ഫിക്സ്ഡ് ടൈപ്പ് ആകുമ്പോഴത്തേക്കിനും അതെന്താണ്? കൺസിസ്റ്റ് ഹെവി ഫ്ലാറ്റ് ബേസ്ഡ് സ്പിന്നിൽ ഫിക്സഡ് അപ്ലൈറ്റ് വിച്ച് സ്ക്രൈബർ ഈസ് അറ്റാച്ച്ഡ് വിത്ത് സ്നഗ് ആൻഡ് ക്ലാമ്പിംഗ് നെറ്റ്. സോ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു ഹെവി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്, ഒരു ബേസ് ഉണ്ട്. പിന്നെ അവിടെ നിന്നും അതിനകത്തൊരു എന്താ പറയാ, സ്പിൻഡിൽ ഫിക്സ് ആയിട്ടുണ്ട്. ഒരു സ്നഗ് ഉണ്ടായിരിക്കും. ആ സ്നഗും ഒരു ക്ലാമ്പിംഗ് നെറ്റും ഉണ്ട്. അതിനകത്തേക്ക് സ്ക്രൈബറിനെ ഹോൾഡ് ചെയ്യുന്നു.
എന്നാൽ യൂണിവേഴ്സൽ സർഫസ് ഗേജ് ആകുമ്പോഴത്തേക്കിന് അവിടെ ഹെവി ആയിട്ടുള്ള ഒരു ഇതുണ്ട്, ഒരു എന്താ പറയാ ബേസ് ഉണ്ട്. ആ ബേസ് കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ അടിയിലായിട്ട് ഒരു വി ഗ്രൂ ഉണ്ട്. വി ഗ്രൂ ഉള്ളത് കൊണ്ട് നമുക്ക് സിലിണ്ടറിക്കൽ ആയിട്ടുള്ള വർക്ക് പീസിനകത്ത് ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗൈഡ് പിൻ ഉണ്ട്. ഗൈഡ് പിൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഏത് എഡ്ജിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് എന്താ പറയാ, ഒരു ഈ ഒരു സ്പിൻഡിൽ ഹോൾഡ് ചെയ്തിട്ടുള്ളത് നേരെ ബേസിലല്ല, മറിച്ച് റോക്കർ ആം ഉണ്ട്. റോക്കർ ആമിനകത്താണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അത് ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ ഉപയോഗിച്ചുകൊണ്ട് ബേസിനകത്തേക്ക് ഫിറ്റ് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ സ്പിൻഡിൽ തന്നെ സ്നഗ് ഉണ്ട്, ക്ലാമ്പിംഗ് നെറ്റ് ഉണ്ട്, അതിനകത്താണ് സ്ക്രൈബറിനെ ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. പാരലൈൻസ്, അതായത് ഇവിടെ യൂണിവേഴ്സൽ സർഫസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു പോയിന്റ് നോക്കാം. പാരലൈൻസ് ക്യാൻ ബി സ്ക്രൈബ്ഡ് ഫ്രം എനി ഡാറ്റ മെഡ്ജ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗൈഡ് പിൻസ്. അടിയിൽ ഗൈഡ് പിൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഗൈഡ് പിന്നിന്റെ സഹായത്തോട് കൂടി ഏത് ഡാറ്റ മെഡ്ജിൽ വെച്ചുകൊണ്ട് നമുക്ക് ലൈൻസ് സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ചോദിക്കുന്നതാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ആൻഡ് ഫംഗ്ഷൻ പറയുന്നുണ്ട്. ബേസ് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റൈൻ കൊണ്ടാണ്. അതിനകത്ത് എന്താണ്, വി ഗ്രൂവ് ഉണ്ട് ബോട്ടം ഭാഗത്ത്. ആ വി ഗ്രൂവ് ഹെൽപ്പ് സെറ്റ് സർക്കുലർ വർക്കിൽ സെറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഗൈഡ് പിൻ ഉണ്ട്, പിന്നെ ഫിറ്റഡ് വിത്ത് ബേസ്, അത് ഹെൽപ്ഫുൾ സ്ക്രൈബ് ലൈൻസ് ചെയ്യുന്ന ഡാറ്റ മെഡ്ജ്, ഏത് ഡാറ്റ മെഡ്ജിൽ വെച്ചിട്ടും നമുക്ക് വരയ്ക്കാൻ സഹായിക്കുന്ന ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ റോക്കർ ആം ഉണ്ട്. റോക്കർ ആം അറ്റാച്ച്ഡ് വിത്ത് ബേസ് അലോങ് വിത്ത് സ്പ്രിംഗ്, ഫൈൻ അഡ്ജസ്റ്റ്മെന്റ് യൂസ്ഡ് ഫോർ ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്. സോ സ്പിൻഡിലുണ്ട് അറ്റാച്ച്ഡ് വിത്ത് റോക്കർ ആം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി വൈസ്. വൈസിനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇതാണ്. ടൈപ്പ് ഓഫ് വൈസിൽ നിന്നുമുള്ള ചോദ്യമാണിത്. ഈ കാണിച്ചിരിക്കുന്ന വൈസാണ് ഹാൻഡ് വൈസ്. അങ്ങനെയാണെങ്കിൽ പിൻ വൈസ് എന്താണ്, പൈപ്പ് വൈസ് എന്താണ്, ഹാൻഡ് വൈസ് എന്താണ്, കുക്കർ റിലീസിംഗ് വൈസ് എന്താണെന്ന ഫിഗറും അതുപോലെ തന്നെ അതിന്റെ യൂസസും അറിയേണ്ടത് പ്രധാനമാണ്. നമ്മളൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും നോക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. സോ നമുക്ക് ബെഞ്ച് വൈസ് കൂടാതെ, ബെഞ്ച് വൈസ് നമ്മുടെ വർക്ക്ഷോപ്പിൽ സാധാരണ യൂസ് ചെയ്യുന്ന ബെഞ്ച് വൈസ്, അതായത് ഇപ്പം ഹാക്ക് സാവിങ് അല്ലെങ്കിൽ ഫയലിംഗ് പോലെയുള്ള എന്താണ് ഹാൻഡ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യാറുണ്ട്. സോ വ്യത്യസ്ത ടൈപ്പുള്ള വർക്കുകൾ ചെയ്യേണ്ടി വരുമ്പോൾ ടൈപ്പ് ഓഫ് വൈസസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ വൈസസിനെ നമുക്ക് നോക്കാം. ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വൈസസ് യൂസ് ടു ഹോൾഡിംഗ് വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വ്യത്യസ്ത വൈസസ് യൂസ് ചെയ്യാം. അതൊക്കെയാണ് കുക്കർ റിലീസിംഗ് വൈസ് ഉണ്ട്, പൈപ്പ് വൈസ് ഉണ്ട്, ഹാൻഡ് വൈസ് ഉണ്ട്, പിൻ വൈസ് ഉണ്ട്, ടൂൾ മേക്കേഴ്സ് വൈസ് ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഇതാണ് കുക്കർ റിലീസിംഗ് വൈസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഓർഡിനറി ബെഞ്ച് വൈസ് പോലെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു ട്രിഗർ ഉണ്ട്, കുക്കർ റിലീസിംഗ് ലിവർ ഉണ്ട്. സോ അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് എന്ത് ചെയ്യുന്നു, കുക്കർ റിലീസിംഗ് വൈസ് ഈസ് സിമിലർ ടു ഓർഡിനറി ബെഞ്ച് വൈസ് ബട്ട് ദ ഓപ്പണിംഗ് ഓഫ് ദ മോബിൾ ജാ ഡൺ ബൈ യൂസിംഗ് ട്രിഗർ. ഈ മോബിൾ ജാ ഈ ഒരു മോബിൾ ജാ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ജാ ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഈ ഒരു ട്രിഗർ പ്രസ് ചെയ്യും. ഈ ട്രിഗർ ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നട്ട് ഡിസെൻഗേജ് ആവും സ്ക്രൂവിൽ നിന്നും. അങ്ങനെ മോബിൾ ജാവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ക്വിക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് മോബിൾ ജാ. ഈ മൂവിങ് ജായിനെ നമുക്ക് ഇതിനെ പ്രസ് ചെയ്ത് നട്ടിൽ നിന്ന് ഡിസെൻഗേജ് ആയാൽ നമുക്ക് പിന്നെ ഇതിനെ സിമ്പിൾ ആയിട്ട് ലൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിടത്തൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും, സാധാ ബെഞ്ച് വൈസ് നമ്മൾ ചെയ്യുന്ന പോലെ അല്ലേ. പിന്നെ ഇതാണ് പൈപ്പ് വൈസ്. പൈപ്പ് വൈസ് എന്താണ്, പൈപ്പ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഹോൾഡിംഗ് റൗണ്ട് സെക്ഷൻ ഓഫ് മെറ്റൽസ്. ഒരു റൗണ്ട് സെക്ഷൻ ഓഫ് മെറ്റൽസിനെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് സെക്ഷൻ ഓഫ് മെറ്റൽസിനെ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റും. സോ അവിടെ പ്രധാനമായിട്ടും നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 63 മില്ലിമീറ്റർ ഒക്കെ ഉള്ള വർക്ക് പീസുകളെ ആയിരിക്കും, വരെയുള്ള വർക്ക് പീസിനെ ആയിരിക്കും. സോ ഈ വൈസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആൻഡ് മൂവബിൾ ആണ്. ജാ വർക്ക് ചെയ്യുന്നത് വെർട്ടിക്കലി ആണ്. പിന്നെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പോയിന്റ് ഉണ്ട് സർഫസ്. ഒക്കെ പോയിന്റ് പൈപ്പ് വൈസ് ഗ്രിപ്പ് വർക്കിൽ ഗ്രിപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറ്റ് ദ 4 പോയിന്റ് ഉണ്ട് സർഫസ് ചോദിച്ചിട്ടുണ്ട്. ദ പാർട്ട് പൈപ്പ് വൈസ് എന്തൊക്കെയാണ്, ഹാൻഡില്, അപ്പർ ജാ, ലോവർ ജാ, സ്പിൻഡില്. പിന്നെ ഹാൻഡ് വൈസ് ആണ്. ഇത് എപ്പോഴും ചോദിക്കും, മൈന്യൂട്ട് ആയിട്ടുള്ള വർക്ക് പീസിനെയൊക്കെ ഹോൾഡ് ചെയ്യാൻ ഏതാണ് യൂസ് ചെയ്യുന്നത്. അതിനുമ്പ് ഫിഗർ ഒന്ന് കാണിച്ചു തരാം. ഈ ഫിഗർ കണ്ടോ, ഇതെന്ന് പറയുന്നത് നമുക്ക് വളരെ ചെറിയ ഒരു വൈസാണിത്. ഓക്കെ, അതായത് ഇപ്പം 125 മുതൽ 150 വരെയുള്ള ലെങ്ത് ഇതിനുണ്ടാകത്തുള്ളൂ. ജാബിഡ്ത്ത് എന്ന് പറയുന്നത് 40 മുതൽ 44 വരെ ഉണ്ടാവുള്ളൂ. ചെറിയൊരു വൈസാണ്. ഓക്കെ, യൂസ് ചെയ്യുന്നത് ഗ്രിപ്പിംഗ് സ്ക്രൂസ്, അതായത് ഓർഡിനറി ബെഞ്ച് വൈസിൽ വലിയ വർക്കിലല്ലേ, അപ്പൊ അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത സ്ക്രൂസ്, റിവറ്റ്, കീസ്, സ്മാൾ ഡ്രിൽസ്, അതർ സിമിലാർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ മൈന്യൂട്ട് വർക്കുകൾ. ഓക്കെ, ഈ ഹാൻഡ് വൈസ് നിർമ്മിച്ചിരിക്കുന്ന വ്യത്യസ്ത സൈസ്. ലെങ്ത് 125 മുതൽ 150, അതുപോലെ തന്നെ ജാ വിഡ്ത്ത് 40 മുതൽ 44. ജാ ക്യാൻ ബി ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് യൂസിങ്
വിങ്നെറ്റ്. അപ്പൊ വിങ്നെറ്റ് ഇവിടെ ഒരു വിങ്നെറ്റ് കാണിച്ചിട്ടുണ്ട്. പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് വിങ്നെറ്റിന്റെ കാര്യം. വിങ്നെറ്റ് ഉപയോഗിച്ച്, അതായത് വിങ്നെറ്റ് നമ്മൾ ഹാക്സാ ഫ്രെയിമിലും അതുപോലെ തന്നെ ഹാൻഡ് വേസിലും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഹാൻഡ് വേസിൽ നമുക്ക് ജാവ്സ് മൂവ് ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ട് എന്താണ്, വിങ്നെറ്റ് ആണെന്നുള്ള കാര്യം ഒന്ന്. സോ നെറ്റ് ഓൺ ദ സ്ക്രൂ. സോ നെക്സ്റ്റ് വൺ പിൻവൈസ് ആണ്. പിൻവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, സ്മോൾ സിലിണ്ടറിക്കൽ ആയിട്ടുള്ള പിന്ന് പോലെയുള്ള വർക്ക് പീസിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. പിൻവൈസ് ഹോൾഡിംഗ് സ്മോൾ ഡയമീറ്റർ ജോബ്, ചെറിയ ഡയമീറ്റർ ഉള്ള ജോബിന്, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, റൗണ്ട് ജോബ് ആയിരിക്കും അല്ലെ. സോ അങ്ങനെയുള്ള ജോബിനെയാണ് ഹാൻഡിൽ ആൻഡ് സ്മാൾ കോളറ്റ്. ഇത് ഹാൻഡിലാണ്, സ്മാൾ കോളറ്റ് ചക്ക് ഉണ്ട്, അതിനകത്ത് ജാവ്സ് ഉണ്ട്, അതാണ്. പിന്നെ ഈ ഒരു ഹാൻഡിനെ ടേൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, the chuck carry a set of jaws which operate by turning the handle. ഈ ചക്കിനകത്ത് ജാവ്സ് ഉണ്ട്, ഈ ജാവ്സ് ഉണ്ട്, 3 ജാവ്സ് ഇരിക്കുന്ന കാണാം. അതെങ്ങനെയാണ് നമ്മൾ ഈ ടേണിംഗ് ദ ഹാൻഡിൽ ടേൺ ചെയ്തുകൊണ്ടാണ്, തിരിച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ ടൂൾ മേക്കേഴ്സ് വൈസ് ഉണ്ട്. ദ ടൂൾ മേക്കേഴ്സ് ഈസ് യൂസ്ഡ് ഹോൾഡിംഗ് ചോദിച്ചിട്ടുണ്ട്. അതായത് റിക്യൂ ഫയലിംഗ് ഡ്രില്ലിംഗ് ആൻഡ് ഫോർ മാർക്കിംഗ് സ്മാൾ ജോബ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യണം, ടൂൾ മേക്കേഴ്സ് വൈസ് സെലക്ട് ചെയ്യണം. പിന്നെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ലെഗ് വൈസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ലെഗ് വൈസ് നിർമ്മിച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ്. ലെഗ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിംഗ് ജെർലി യൂസർ ഫോർജ് ഷോപ്പ് ബെൻഡിങ് ഫോർജിങ് വർക്ക് ഒക്കെ, അത് ഫോർജ് ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ നിർമ്മിച്ചിരിക്കുന്നത് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ്. ഓക്കെ, ഹൗഡ് ബ്രേക്കേജ് ഹാമറിംഗ് ചെയ്യുന്ന സമയത്ത് ബ്രേക്കേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിന്റെ പാർട്സുകളൊക്കെ നോക്കി നിൽക്കുക. ഇതിനകത്തുള്ള കോണ്ടാക്ട് എന്ന് പറയുന്നത് ലൈൻ കോണ്ടാക്ട് ആണ്. സോ ഇത് സാധാരണ വയസ്സിലുള്ളതുപോലെയുള്ള വർക്ക് പീസിനെ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിനകത്ത് ലൈൻ കോണ്ടാക്ട് ആണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കുക. പിന്നെ ജോബ് വിച്ച് റിക്വയർ ഹാമറിംഗ് ഓൺലി ആർ ഹെൽഡ് ഓൺ ദ ലെഗ് വൈസ്. ലെഗ് വൈസിൽ ഹാമറിങ്ങിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ഫോർജിങ് വർക്കുകൾക്ക് ആവശ്യമുള്ള വർക്ക് പീസിനെയാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ എ ന്യൂ ഹാക്സാ ബ്ലേഡ് ആഫ്റ്റർ ഫ്യൂ സ്റ്റോക്ക് ബിക്കംസ് ലൂസ് ബിക്കോസ് ഓഫ്, അത് ലൂസ് ആവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലേഡ് സ്ട്രെച്ചിങ് ആവുന്നതാണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ വൈ ബ്രേക്കേജ് ഓഫ് ദി ടീത്ത് ഈസിലി വൈൽ സാവിങ് തിൻ വാൾ വർക്ക് പീസ് ആൻഡ് ദെൻ സ്റ്റാർട്ട് ഓഫ് കട്ട്. അതായത് നമ്മൾ തിന്നായിട്ടുള്ള വർക്ക് പീസുകളൊക്കെ എന്താണ് കട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിലെ ടീത്ത് എന്ത് ചെയ്യുന്നു, ബ്രേക്കേജ് ആവാൻ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഹാൻഡ് ഫോഴ്സ് ആക്ട് ഓൺലി അപ്പോൺ ഫ്യൂ ടീത്ത്, കുറച്ച് ടീത്തുകളിൽ മാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അതാണ് നമ്മൾ അതാണ് കുറച്ച് ഭാഗത്ത് ഭയങ്കരമായിട്ട് ഫോഴ്സ് കൊടുക്കുന്ന കാരണം അത് സംഭവിക്കാം. സോ നമുക്ക് ഹാക്സാ ഫ്രെയിം ആൻഡ് ബ്ലേഡിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഓക്കെ, സമയം 25 മിനിറ്റിലേക്ക് അടുക്കുന്നുണ്ട്. 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി കൂടുതൽ സമയം വേണ്ടി വരുന്നുണ്ട്. ഹാക്സാ ഫ്രെയിം 25 മിനിറ്റിൽ വീഡിയോ തീർക്കണം എന്നുള്ള ഉദ്ദേശമാണ്. സോ ഹാക്സാ ഫ്രെയിം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മെറ്റൽസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, നമുക്കറിയാം. സോ ഹാക്സാ ഫ്രെയിം 2 തരത്തിലുണ്ട്, അഡ്ജസ്റ്റബിളും അഡ്ജസ്റ്റബിൾ ഹാക്സാ ഫ്രെയിമും ഫിക്സ്ഡ് ഹാക്സാ ഫ്രെയിമും ആണ്. സോ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഹാക്സാ ഫ്രെയിം എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ട്യൂബുലാർ ആയിരിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് അത് ബെറ്റർ ഗ്രിപ്പ് ആൻഡ് കൺട്രോൾ നൽകുന്നു. അതിന്റെ ഭാഗങ്ങൾ നോക്കുക. പിന്നെ വിങ്നെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഫ്രീക്വന്റ് ആയിട്ട് ലൂസ് ആക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, പിന്നെ ഹാക്സാ ബ്ലേഡ് ആണ് നിർമ്മിച്ചിരിക്കുന്നത് ലോ അലോയ് സ്റ്റീലും ഹൈ സ്പീഡ് സ്റ്റീലും കൊണ്ടാണ്. ജനറലി ഉള്ള സ്റ്റാൻഡേർഡ് ലെങ്ത് 250-300 മില്ലിമീറ്റർ ആണ്, ചോദിക്കാറുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്സാ ബ്ലേഡിന്റെ 2 തരത്തിലുണ്ട്, ആൾഹാർഡ് ബ്ലേഡും ഫ്ലെക്സിബിൾ ബ്ലേഡും. ആൾഹാർഡ് ബ്ലേഡ് മൊത്തത്തിൽ ഹാർഡൻഡ് ആണ്. ഫ്ലെക്സിബിൾ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ടീത്ത് മാത്രം ഹാർഡൻഡ് ആണ്, അപ്പോൾ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും. സോ പിന്നെ ക്ലാസിഫിക്കേഷനും പിച്ചും ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ക്ലാസിഫിക്കേഷൻ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പിച്ച് വരുന്നത് 1.8 മില്ലിമീറ്റർ. പിച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു ടീത്ത് മുതൽ അടുത്ത ടീത്ത് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. സോ അതെന്ന് പറയുന്നത് കോഴ്സ് 1.8 മില്ലിമീറ്റർ ആണ് അതിന്റെ ഗ്യാപ്പ് വരുന്നത്. മീഡിയം ആണെന്നുണ്ടെങ്കിൽ 1.1 മില്ലിമീറ്റർ ഗ്യാപ്പ് വരും പിച്ചിന്. ഫൈൻ ആണെന്നുണ്ടെങ്കിൽ 0.8. അത് ചോദിക്കാറുണ്ട് ഓരോന്നും. പിന്നെ സ്പെസിഫിക്കേഷൻ ആണ് ഹാക്സാ ബ്ലേഡ് സ്പെസിഫൈ ചെയ്യുന്നത് ലെങ്തിന്റെ അടിസ്ഥാനത്തിൽ പിച്ച് ആൻഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, വിഡ്ത്ത് തിക്നെസ് ഓഫ് ദ ബ്ലേഡ് സ്റ്റാൻഡേർഡ് എന്താണ്. സോ വിഡ്ത്തും തിക്നെസ്സും സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. എക്സാമ്പിൾ 300 1.8 മില്ലിമീറ്റർ പിച്ച്, ലോ ഹാർഡ്. അപ്പോൾ ലെങ്തിന്റെ അടിസ്ഥാനത്തിൽ പിച്ചിന്റെ അടിസ്ഥാനത്തിൽ മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് തരംതിരിക്കുന്നത്, അതിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാക്സാ ബ്ലേഡിന്റെ ടീത്ത് സെറ്റിംഗ് ആണ്. ഓക്കെ, ടീത്ത് സെറ്റിങ്ങുകളുണ്ട്, വേവ് സെറ്റും സ്റ്റാഗേർഡ് സെറ്റും. ഓരോ 1.8 മില്ലിമീറ്റർ പിച്ച് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, സോഫ്റ്റ് മെറ്റീരിയൽസിലാണ്.
അതുപോലെ തന്നെ 1.4 mm പിച്ച് ഹൈ സ്പീഡ് സ്റ്റീൽ, ഹൈ കാർബൺ സ്റ്റീൽ പോലുള്ള ഹാർഡ് മെറ്റീരിയൽസിൽ, പിന്നെ 0.8 എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ പ്രത്യേകം ചോദ്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് വീഡിയോയിലുള്ള ബാക്കി 3 ചോദ്യങ്ങളോട് നോക്കാം. വിച്ച് ചിസൽ യൂസ്ഡ് സ്ക്വയറിംഗ് മെറ്റീരിയൽസ് അറ്റ് ദ കോർണേഴ്സ് ജോയിന്റ്. കോർണേഴ്സിലും ജോയിന്റുകാരൊക്കെ ഡയമണ്ട് പോയിന്റ് ചിസലാണ്. അപ്പോൾ ഫ്ലാറ്റ് ചിസൽ എന്താണ്, ക്രോസ് കട്ട് ചിസൽ എന്താണ്, ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്താണ്, ഇതെല്ലാം അറിയണം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് യൂസ് ചെയ്യുന്നത്, എന്താണ് കോൾഡ് ചിസൽ ഹാൻഡ് കട്ടിംഗ് ടൂൾ ആണ്. ഫിറ്റേഴ്സ് നമ്മുടെ ചിപ്പിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു മെറ്റീരിയലിൽ നിന്നും ഹാമറും ചിസലും ഉപയോഗിച്ചുകൊണ്ട് എക്സസ് മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിപ്പ്ഡ് സർഫസ് റഫ് ആയിരിക്കും, അപ്പോൾ ഫയലിംഗ് ചെയ്തത് ഫിനിഷ് ചെയ്യണം. പാർട്ട് ഓഫ് ചിസൽ നോക്കുകയാണെങ്കിൽ ഹെഡ്, അതുപോലെ തന്നെ ബോഡി, പോയിന്റ് എന്നിങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, ചിസൽ നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്ടാണെന്ന് ചോദിക്കും. എന്താണ്, ഹൈ കാർബൺ സ്റ്റീലോ അല്ലെങ്കിൽ ക്രോം വെനേഡിയം സ്റ്റീൽ കൊണ്ടായിരിക്കും. പിന്നെ ക്രോസ് സെക്ഷൻ ചോദിക്കും. യൂഷ്വലി ഹെക്സഗണൽ അല്ലെങ്കിൽ ഒക്ടഗണലാണ്. ഹെക്സഗണലും ഒക്ടഗണലും ആണ് ഓപ്ഷനിലുള്ളതെങ്കിൽ നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഒക്ടഗണലാണ്. പ്രധാനമായിട്ടും ഒക്ടഗണലാണ് വരാറുള്ളത്. ഈ കട്ടിംഗ് എഡ്ജ് ഹാർഡൻ ആൻഡ് ടെമ്പേർഡ് ആക്കിയിരിക്കുന്നത്. കോമൺ ടൈപ്പ് ചിസൽ, ഫ്ലാറ്റ് ചിസൽ, ക്രോസ് കട്ട് ചിസൽ, ഹാഫ് റൗണ്ട് നോസ് ചിസൽ, ഡയമണ്ട് പോയിന്റ് ചിസൽ, അതുപോലെ തന്നെ വെബ് ചിസൽ എന്നിവയൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഓരോന്നിനെയും നോക്കാം. ഫസ്റ്റ് വൺ ഫ്ലാറ്റ് ചിസലാണ്. ദേ ആർ യൂസ്ഡ് ടു റിമൂവ് മെറ്റൽ ഫ്രം എന്താണ്, മെറ്റൽ ഫ്രം ഫ്ലാറ്റ് സർഫസ് ആൻഡ് ചിപ്പ് ഓഫ് എക്സസ് മെറ്റൽ വെൽഡഡ് ജോയിന്റ് ആൻഡ് കാസ്റ്റിംഗ്. വെൽഡഡ് ജോയിന്റിലും കാസ്റ്റിംഗിൽ നിന്നൊക്കെ എക്സസ് ആയിട്ടുള്ള മെറ്റൽസിനെ ചിപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ലാർജ് ഫ്ലാറ്റ് സർഫസിൽ നിന്ന് മെറ്റൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അത് അതുപോലെ തന്നെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ക്രോസ് കട്ട് ചിസലാകുമ്പോൾ യൂസ് ചെയ്യുന്നത് കട്ടിംഗ് കീവേസ്, ഗ്രൂവ്സ്, സ്ലോട്ട്സ് ഒക്കെയാണ്. ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. കീവേസ്, ഗ്രൂവ്സ്, സ്ലോട്ട്സിൽ നിന്നൊക്കെ മെറ്റൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ക്രോസ് കട്ട് ചിസൽ അഥവാ കേപ്പ് ചിസൽ യൂസ് ചെയ്യുന്നത്. ക്രോസ് കട്ട് ചിസലിന്റെ മറ്റൊരു പേര് ചോദിക്കും കേപ്പ് ചിസൽ. യൂസ് ഒക്കെ പ്രധാനമാണ് കേട്ടോ. ഹാഫ് റൗണ്ട് നോസ് ചിസൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കട്ടിംഗ് കർവ്ഡ് ഗ്രൂസ് അല്ലെങ്കിൽ ഓയിൽ ഗ്രൂസ് കട്ട് ചെയ്യാൻ വേണ്ടി അതേപോലെ തന്നെ ചോദിക്കും. ഡയമണ്ട് പോയിന്റ് ചിസൽ ഇപ്പൊ ചോദിച്ച ചോദ്യം ദിസ് ആർ യൂസ്ഡ് ഫോർ ജോയിനിങ് സ്ക്വയറിംഗ് മെറ്റീരിയൽസ് കോർണേഴ്സ് ജോയിന്റ്. കോർണർ ജോയിന്റിൽ നിന്നൊക്കെ സ്ക്വയറിംഗ് മെറ്റീരിയൽസ് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ വെബ് ചിസൽ അതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ഇതേപോലെ ഡ്രില്ലിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡ്രില്ലിങ് ചെയ്ത് വെച്ചിട്ട് ചെയിൻ ഡ്രില്ലിങ് ചെയ്തിട്ട് ഇതിന്റെ നടുക്ക് വെച്ചിട്ട് പഞ്ച് ചെയ്ത് ആ മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ലെങ്തിന്റെ അടിസ്ഥാനത്തിൽ, വിഡ്ത്ത് ഓഫ് ദി കട്ടിംഗ് എഡ്ജ്, ടൈപ്പ്, ക്രോസ് സെക്ഷൻ ഓഫ് ദ ബോഡി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി നെയിം ദ പാർട്ട് ഓഫ് ദ ഹാമർ മാർക്കഡ് എക്സ്. ഹാമറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ചീക്കാണ്, ഇത് പീനാണ്, ഇത് ഫേസ് ആണ്, ഇത് ഐഹോൾ ആണ്. ഓക്കെ, ഇത് ഹാൻഡിലാണ്. അങ്ങനെയുള്ള ഇത് മൊത്തത്തിൽ പറയുന്ന ഭാഗം ഹെഡ് എന്നാണ്. ഓക്കെ, ഹെഡ് നിർമ്മിച്ചത് ടോപ്പ് ഫോർജിഡ് കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ഹാൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന വുഡ് കൊണ്ടാണ്. നോക്കാം. ഹാമർ എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറിംഗ് ഹാമർ ഹാൻഡ് ടൂൾ ആണ്. സ്ട്രൈക്കിംഗ് പർപ്പസ് ആയിട്ടുള്ള പഞ്ചിങ്, ബെൻഡിങ്, സ്ട്രൈറ്റനിങ്, ചിപ്പിങ്, ഫോർജിങ്, റിവറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നു. മേജർ പാർട്ട് എന്ന് പറയുമ്പോൾ ഹാമറിന്റെ ഹെഡും ഹാൻഡിലും ആണ്. സോ ഹെഡ് നിർമ്മിച്ചിരിക്കുന്നത് ഡോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. ഹാൻഡിൽ വുഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്, തടി കൊണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മെറ്റലിലേക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് കയ്യിലേക്ക് വലിയ ആഘാതം ഉണ്ടാകാതെ വുഡിനകത്ത് ആ ഒരു ഷോക്കിനെ അബ്സോർബ് ചെയ്തെടുത്തോളും. പിന്നെ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, ഫേസ്, പീന്, ചീക്ക്, ഐഹോൾ എന്നിവയൊക്കെയാണ്. ഫേസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കിംഗ് പോർഷൻ ആണ്. അടിക്കുന്ന ഭാഗം ചെറുതായിട്ട് കോൺവെക്സിറ്റി കൊടുത്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എഡ്ജ് കുഴിയുന്നത്, ഡിഗ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് സ്ട്രൈക്കിംഗ്, ചിപ്പിംഗ്, ബെൻഡിങ്. അവർ കോൺവെക്സിറ്റി നൽകിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും. പിന്നെ പീനുണ്ട്. പീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ എൻ്റെ ഹെഡിന്റെ മറ്റൊരു ഭാഗമാണ്. യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പിംഗ്, ഫോമിംഗ്, ലൈക്ക് റിവറ്റിംഗ്. അപ്പൊ റിവറ്റിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഏത് ഭാഗമാണെന്ന് വെച്ചാൽ പീനാണ്. പിന്നെ വ്യത്യസ്ത പീനുകൾ വെച്ച് കഴിഞ്ഞാൽ ബാൾ പീൻ, ക്രോസ് പീൻ, സ്ട്രൈറ്റ് പീൻ. അതിന്റെ ഫിഗറുകൾ നോക്കി വെച്ചേക്കണം. ഓക്കെ, ബാൾ പീൻ എന്താണ്, ബാൾ പീന്, ക്രോസ് പീന്, ബാൾ പീന്, ക്രോസ് പീന്, സ്ട്രൈറ്റ് പീന് നോക്കി വെച്ചേക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഫേസ് ആൻഡ് പീന് കേസ് ഹാർഡൻഡ് ആണ്. ഓക്കെ, ഫേസും പീനും കേസ് ഹാർഡൻഡ് ആണ്. ചീക്ക് ഹാർഡൻഡ് അല്ല, അതും ചോദിക്കും, ഹാർഡൻഡ് അല്ലാത്ത ഭാഗം. പിന്നെ ചീക്കിനകത്താണ് മിഡിൽ പോർഷൻ ആണ്, ഹാമർ ഹെഡിന്റെ മിഡിൽ പോർഷൻ ആണ്. അതിനകത്താണ് വെയിറ്റ് ഒക്കെ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ളത്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്തത് ഐഹോൾ ആണ്. ഐഹോളിനകത്തേക്കാണ് നമ്മുടെ എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഹാൻഡിൽ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ അതിനകത്തൊരു വെഡ്ജ്, ഒരു ആപ്പ് ഫിക്സ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്, ഐഹോളിൽ കൃത്യമായിട്ട് റിജിഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കാൻ. പിന്നെ ഹാമറിന്റെ യൂസസ് ആണ്. ബാൾപീൻ ഹാമർ റിവറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ചോദിക്കുന്ന ചോദ്യമാണ്. ക്രോസ് പീൻ ഹാമർ സ്പ്രെഡിംഗ് ദ മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ, ചോദിക്കുന്ന ചോദ്യമാണ്. സ്പ്രെഡിംഗ് ദ മെറ്റൽ ഒരു ഡയറക്ഷനിലേക്ക് മെറ്റലിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഇതാണ് ബാൾപീൻ ഹാമർ എന്ന് പറയുന്നത്. ഓക്കെ, റിവറ്റിംഗ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അടുത്ത താഴെ കാണിച്ചിരിക്കുന്നത് സ്പ്രെഡിംഗ് ദ മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ. ഓൾ ഡയറക്ഷൻ ആണെങ്കിൽ അത് വീണ്ടും എന്താണ്, ബാൾപീൻ തന്നെ ആയി പോകും. ഓക്കെ, പിന്നെ സ്ട്രൈറ്റ് പീൻ ഹാമർ അറ്റ് ദ കോർണേഴ്സ്. ഓക്കെ,
സ്ട്രേറ്റ് പിൻ ഹാമർ അറ്റ് ദ കോർണേഴ്സ് ചോദിക്കാം. ബാൾ പിൻ ഹാമർ, പിന്നെ ചിസൽ ഇൻ പാർട്ടിംഗ് മെറ്റൽസ് ചോദിക്കാം. പിന്നെ സ്പെസിഫിക്കേഷൻ ആണ് എഞ്ചിനീയർ ഹാമർ സ്പെസിഫൈ ചെയ്യുന്നത് വെയിറ്റിന്റെ അടിസ്ഥാനത്തിലും പിന്റെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിലുമാണ്. വെയിറ്റ് 125 ഗ്രാം മുതൽ 750 ഗ്രാം വരെയാണ്. വെയിറ്റ് ഓഫ് എഞ്ചിനീയർ ഹാമർ എന്ന് പറയുന്നത് മാർക്കിംഗ് പർപ്പസിന് 250 ഗ്രാം ആണ് യൂസ് ചെയ്യുന്നത് ചോദിക്കാം. ബാൾ പിൻ ഹാമർ ജനറൽ വർക്കിന് വേണ്ടിയിട്ട് മെഷീൻ ഷോപ്പിലും ഫിറ്റിംഗ് ഷോപ്പിലും യൂസ് ചെയ്യും ചോദിക്കാം. പിന്നെ ഹാമർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ള സേഫ്റ്റികൾ കൊടുത്തിട്ടുണ്ട്. 30ാമത്തെ ലാസ്റ്റത്തെ ചോദ്യമാണ് വിച്ച് ആംഗിൾ ഈസ് റെപ്രസെന്റഡ് ബൈ ദ സിമ്പിൾ ജി ഓൺ ദ കട്ടിംഗ് ചിസൽ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്താണ്, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് റേക്ക് ആംഗിൾ ആണ്. ഇതെന്ന് പറയുന്നത് പോയിന്റ് ആംഗിളും ഇതെന്ന് പറയുന്നത് ക്ലിയറൻസ് ആംഗിളും ഇതെന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും ആണ്. സോ നമുക്കൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു വർക്ക് പീസ് ആണെന്ന് കരുതുക. ഓക്കെ, ഇതൊരു ചിസലാണെന്ന് കരുതുക. ഓക്കെ, ചിസലാണെന്ന് കരുതുക. അപ്പൊ ഇത് ഇവിടുന്ന് ഇതൊരു വർക്ക് പീസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതിന്റെ താഴത്തെ ഭാഗത്ത് നിന്ന് നേരെ 90 ഡിഗ്രി, വർക്ക് പീസിന്റെ നേരെ 90 ഡിഗ്രി, അതാണ് റേക്ക് ആംഗിൾ. ഓക്കെ, ഇതിന്റെ ബോട്ടം പോർഷനിൽ നിന്നും ഇത് ചരിഞ്ഞു കിടക്കുന്ന ഈ ഒരു ഭാഗം, ഇതാണ് എന്തെന്ന് പറയുന്നത് ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതിനെ കുറിച്ച് നോക്കാം. എക്സ്പ്ലനേഷൻ ഉണ്ട്. റേക്ക് ആംഗിൾ എന്താണ്? റേക്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ ടോപ്പ് ഫേസ് ഓഫ് ദ കട്ടിംഗ് പോയിന്റ് ആൻഡ് നോർമൽ 90 ഡിഗ്രി ടു ദ ടോപ്പ് സർഫസ് കട്ടിംഗ് എഡ്ജ്. ഓക്കെ, അതായത് ഈ ടോപ്പ് ഫേസ് മുതൽ ഈ നോർമൽ 90 ഡിഗ്രി വരെയുള്ള ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റേക്ക് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയറൻസ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടം പോർഷൻ മുതൽ ടാൻജന്റ് ആയിട്ട് ചരിഞ്ഞു കിടക്കുന്ന ഈ ഒരു ഭാഗം വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ ക്ലിയറൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ചോദിക്കാറുണ്ട് ക്ലിയറൻസ് ആംഗിൾ ആംഗിൾ ബിറ്റ്വീൻ ദ ബോട്ടം ഫേസ് ഓഫ് ദ പോയിന്റ് ആൻഡ് ദ ടാൻജന്റ് ടു ദ വർക്ക് സർഫസ് ഓർഗനൈസ് കട്ടിംഗ് എഡ്ജ്. ക്ലിയറൻസ് ആംഗിൾ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് വളരെ ചരിഞ്ഞ് കിടക്കുകയാണ്. ക്ലിയറൻസ് ആംഗിൾ ഇവിടെ എന്താണ്, ക്ലിയറൻസ് ആംഗിൾ വളരെ കുറവ്, ലോ ആർ സീറോ ആയി, റേക്ക് ആംഗിൾ നല്ല കൂടുതലായി. ഇപ്പൊ എന്താണ്, ചിസൽ സ്ലിപ്പ് ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്ത അതേപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറൻസ് ആംഗിൾ വളരെ കൂടി, റേക്ക് ആംഗിൾ കുറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചിസൽ എന്ത് ചെയ്യുന്നു, കട്ടിംഗ് എഡ്ജിലേക്ക് ഡിഗ് ആയി പോകും. ആ പോയിന്റുകൾ നോക്കി വായിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി ക്രൗണിങ് എന്താണെന്ന് ചോദിക്കാം. ക്രൗണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈറ്റ് കർവേജ് ഗ്രൗണ്ട് കാൾഡ് ക്രൗണിങ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്രൗണിങ് കൊടുത്തേക്കുന്നത്? കട്ടിംഗ് എഡ്ജിൽ ചെറുതായിട്ട് ഒരു ക്രൗൺ എന്താണ് ഒരു കർവേച്ചർ കൊടുക്കും, അതാണ് ക്രൗണിങ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ ഡിഗ് ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇനി ക്രൗണിങ് അലോ ചിസൽ മൂവ് ഫ്രീലി അലോങ് സ്ട്രേറ്റ് ലൈൻ വൈൽ ചിപ്പ് ചെയ്യുന്ന സമയത്ത് സ്ട്രേറ്റ് ലൈനിലൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ക്രൗണിങ് സഹായിക്കുന്നു. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ബോക്സിൽ നിന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഓരോ മെറ്റീരിയൽസിനും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അതിന്റെ കട്ടിംഗ് പോയിന്റും ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനും ആണ്. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ചിസൽ ആണെന്നുണ്ടെങ്കിൽ ഇത് കട്ടിംഗ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ സോ ഈ എന്താണ് സെൻട്രൽ ഈ ആക്സിസ് മുതൽ ഇവിടെ വരെയുള്ള ഭാഗമാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പോയിന്റ് ആംഗിൾ ഇപ്പൊ ഹൈ കാർബൺ സ്റ്റീൽ 65 ഡിഗ്രി, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 39.5 ഡിഗ്രി, കാസ്റ്റ് അയൺ 60 ഡിഗ്രി, 37 ഡിഗ്രി. ഇത് കാണാതെ തന്നെ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ലാസ്റ്റ് ഭാഗങ്ങളിൽ വന്നപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുണ്ടെന്ന് അറിയാം. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ആയിട്ട് നോക്കാം. സോ ഇപ്പം തീരെ സമയം എന്താണ് 25 മിനിറ്റിൽ കൂടുതലായി, 30 മിനിറ്റോളം ആയി. കൂടുതൽ സമയമായാലും കണ്ടു തീർക്കാനായിട്ട് മടിയായിരിക്കും. 10 ചോദ്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയുള്ള വീഡിയോസുകൾ വാച്ച് ചെയ്യുക. അതിനകത്ത് ഇപ്പം സ്പീഡ് പോയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നതായിരിക്കും. ഓക്കെ, സോ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് നന്നായിട്ട് തന്നെ പഠിക്കുക. പ്രത്യേകിച്ച് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്നൊക്കെ പറയുന്നത് നല്ല അവസരമാണ്, ഒരിക്കലും പാഴാക്കാൻ പാടില്ല. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.